കോന്നി മെഡിക്കൽ കോളേജിലെ നോട്ടീസ് വിവാദത്തിന് പിന്നാലെ സർജറി വിഭാഗം മേധാവി ഡോക്ടർ ശിവപ്രസാദ് അവധിയിൽ പ്രവേശിച്ചു. ആശുപത്രിയിലെ അപര്യാപ്തതകൾ ചൂണ്ടിക്കാട്ടി സമ്മതപത്രം എന്ന നിലയിൽ ഡോക്ടർ ശിവപ്രസാദ് നോട്ടീസ് തയ്യാറാക്കിയിരുന്നു. എന്നാൽ അത് പരസ്യമായി ഒട്ടിച്ചത് താനല്ല എന്നാണ് ഡോക്ടർ നൽകിയ വിശദീകരണം. വിവരങ്ങളുമായി ശ്രീരാജ് ബാബു പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു. ശ്രീരാജ്, എന്താണ് പുതുതായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ? സനീഷ്, സംഭവത്തിന് പിന്നാലെ ആശുപത്രി അധികൃതർ സൂപ്രണ്ട് ഇദ്ദേഹത്തോട് മെമ്മോ അയച്ചിരുന്നു, വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ട്. അതിൻ്റെ മറുപടി കഴിഞ്ഞ ദിവസം നൽകുകയും ചെയ്തു. താൻ ഇത്തരത്തിൽ ഈ അപര്യാപ്തതകൾ, ആശുപത്രിയുടെ അപര്യാപ്തതകളെന്ന് അദ്ദേഹത്തിന് തോന്നിയ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് സമ്മതപത്രം എന്ന നിലയ്ക്ക് ഒരു നോട്ടീസ് തയ്യാറാക്കിയിരുന്നു. പക്ഷേ അത് പരസ്യമായി ഇങ്ങനെ ആശുപത്രിയുടെ ചുവരിൽ ഒട്ടിച്ചത് താനല്ല എന്ന വിശദീകരണമായിരുന്നു നൽകിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം അവധിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. സർജറി നടക്കുന്ന ദിവസങ്ങളിൽ മാത്രമാകും ഇനി ആശുപത്രിയിൽ എത്തുക. അദ്ദേഹത്തിൻ്റെ സർജറിയുള്ള ദിവസങ്ങളിൽ ആശുപത്രിയിൽ എത്തും. അങ്ങനെ ഒരു നടപടിയിലേക്കാണ് അദ്ദേഹം ഇപ്പോൾ കടന്നിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തോട് ചോദിച്ചിരിക്കുന്ന വിശദീകരണത്തിൽ അദ്ദേഹം നൽകിയ മറുപടി, തനിക്ക് തോന്നിയ അപര്യാപ്തതകളാണ് ഇത്തരത്തിൽ തയ്യാറാക്കിയത്, പക്ഷേ അത് പരസ്യമായി ഒട്ടിച്ചത് താനല്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹം വോളണ്ടറി റിട്ടയർമെന്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം ചെയ്തു വരികയാണ്. അത് നിലവിൽ ആരോഗ്യവകുപ്പിന്റെ പരിഗണനയിലാണുള്ളത്. 8 അപര്യാപ്തതകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹം ഒരു നോട്ടീസ് തയ്യാറാക്കിയത്. പിന്നീട് അത് പരസ്യമായി ഒട്ടിക്കുന്നു. അതിന്റെ വിവാദമായ ഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഇത്തരത്തിൽ താനല്ല ഒട്ടിച്ചത് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയിരുന്നു. പക്ഷേ ഇത്തരത്തിൽ മെമ്മോ നൽകി അതിന്റെ വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ താൻ തയ്യാറാക്കി, പക്ഷേ അത് പരസ്യമായി ഒട്ടിച്ചത് താനല്ല എന്നൊരു വിശദീകരണം നൽകി. എന്തായാലും ഇപ്പോൾ അദ്ദേഹം അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി സർജറി നടക്കുന്ന ദിവസങ്ങളിൽ മാത്രമാകും കോന്നി മെഡിക്കൽ കോളേജിലേക്ക് എത്തുക. സനീഷ്, ശരി, നന്ദി ശ്രീരാജ്.